അപ്പോൾ ഇന്നത്തെ വീഡിയോ എരിക്കിനെ കുറിച്ചാണ്. അപ്പോൾ എരിക്ക് രണ്ട് തരം എരിക്കുണ്ട്. ഒന്ന് വെളുത്ത പൂവുള്ള എരിക്കും, വയലറ്റ് കളറിലുള്ള പൂവുള്ള എരിക്കും. രണ്ട് എരിക്കും ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ ഈ എരിക്ക് കൊണ്ട് ഉള്ള ഔഷധ ഗുണങ്ങൾ 41 രോഗങ്ങൾക്ക് മരുന്നാണ് ഈ എരിക്കെന്ന് പറയുന്ന ഈ കാണുന്ന ഒരു ചെടി. അപ്പോൾ ഈ ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു തുള്ളി വെള്ളം ഇല്ലാണ്ടും ഇത് വളരുന്നുള്ളതാണ്. ഇപ്പോൾ പാലക്കാട്ടേക്ക് പോകുന്ന വടക്കാഞ്ചേരി ഹൈവേ തുടങ്ങി പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ വർഷങ്ങളോ 5-6 മാസം വരെ ഒരു തുള്ളി വെള്ളമില്ലെങ്കിലും ഈ എരിക്ക് വളരും. റോട്ടിലെ പൊടി മാത്രം ഇതിൻ്റെ മുകളിൽ വന്ന് വീഴുന്നുള്ളതാണ്. അത് വളർന്നു നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നത് എന്താണ്, ഒരു തുള്ളി വെള്ളമില്ലാണ്ട് ഇവിടെ വെക്കണം. അപ്പോൾ വെള്ളമില്ലാതെ കണ്ടും ഈ എരിക്ക് വളരും. അപ്പോൾ ശിവൻ്റെ അമ്പലങ്ങളിൽ ഹിന്ദുക്കൾ പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മാല കെട്ടി കൊടുക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇതിൻ്റെ പൂവുകൾ, വെള്ളെരുക്ക്. അപ്പോൾ ഇനി വയലറ്റ് എരുക്കുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. രണ്ടിനെയും കുറിച്ച് മൊത്തത്തിൽ പറയാം. അപ്പോൾ വയലറ്റ് എരുക്കിൻ്റെ ഇല കാണിച്ചു തരാം. വയലറ്റ് കളറിലുള്ള എരുക്കണത്. ഇതിൻ്റെ പൂവ് വയലറ്റ് കളറിലാണ്. പക്ഷെ ഔഷധ ഗുണം രണ്ടും ഒരേ മാതിരിയാണ്. പക്ഷെ മാല കെട്ടാൻ ഉപയോഗിക്കുന്നതും കൂടുതലും ഈ വെളുത്ത എരുക്കാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും വെളുപ്പും കറുപ്പുമായിട്ടുള്ള വ്യത്യാസം. ഒരു കീടനാശിനി ചെടി കൂടിയാണ് ഈ എരുക്ക് എന്ന് പറയുന്ന ചെടി. അപ്പോൾ ഈ ചെടിക്ക് 41 രോഗങ്ങളെ അകറ്റാനുള്ള കഴിവുണ്ട്. ഈ നിമവിര എന്ന് പറയുന്ന ഒന്നുണ്ട്, ചെടികൾക്ക് ഉണ്ടാവുന്നതാണ്. അതിന് ഈ എരിക്കിൻ്റെ ഇലയെടുത്ത് ഉപയോഗിക്കാറുണ്ട്. ചെടിയുടെ ഇല കടക്കിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിമവിര ഉണ്ടാവില്ല. ഇഞ്ചിയിൽ കീടനാശിനിയായി ഇലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കന്നുകാലികളിലെ ചൊറി, പഴുപ്പ് എന്നിവയ്ക്ക് എരിക്കില ഇട്ട് തിളപ്പിച്ച ആറ്റിയ വെള്ളം ഉപയോഗിക്കുന്നു. തുകൽ ഉറക്കിട്ടുവാനും പുകയില പാകപ്പെടുത്തുവാനും എരിക്കില ഉപയോഗിക്കുന്നു. എരിക്കിൽ തണ്ടിൽ നിന്ന് എടുക്കുന്ന നാര് ഉത്തരേന്ത്യയിൽ കന്നുകാലികളെ കിട്ടുവാൻ കയറായിട്ട് ഉപയോഗിക്കുന്നു. പഴയ കാലത്ത്, ഇപ്പോഴില്ല. എരിക്കിൻ തണ്ട് കത്തുമ്പോൾ ഉള്ള കരി വെടിമരുന്ന് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. ചാറ് എരിക്കില പറിച്ച് ഉപ്പും ചേർത്ത് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. നല്ല ഇളം ചൂടിൽ തുണി മുക്കി നീരുള്ള ഭാഗത്ത് കുറച്ച് സമയം ആവി പിടിക്കുക. വേദനയും നമ്മുടെ ശരീരത്തിലെ നീരും കുറയും. പിന്നെ കുഴിനഖത്തിന് പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഇലയിലെ കറ പശ കളയാതെ പറിച്ചെടുത്ത് അരിഞ്ഞ് എണ്ണയിൽ മൂപ്പിച്ച് ചൂടായി നഖത്തിൽ വെച്ച് കെട്ടുക. അപ്പോൾ കുഴിനഖം പോയി കിട്ടും. ചിത്രശലഭങ്ങൾ മുട്ടയിടുന്നതിനും കുഞ്ഞു വിരിയുന്നതിനും എരിക്ക് ഉപയോഗിക്കുന്നു. മുട്ടുവേദനയുള്ളവർ എരിക്കിലയിട്ട് തിളപ്പിച്ച വെള്ളം ചൂടുപിടിക്കുന്നു. കാലിൽ സോക്സിനുള്ളിൽ എരിക്കില വെച്ച് നടക്കും പകൽ സമയങ്ങളിൽ. രാത്രി എരിക്കില കാലിൻ്റെ അടിയിൽ നിന്ന് അഴിച്ച് മാറ്റി വയ്ക്കുന്നു. അപ്പോൾ കാലിനകത്ത് മുട്ടുവേദനയുള്ളവർക്കും കാലിൻ്റെ അടിയിൽ വേദനയുള്ളവർക്കുമാണ് ഈ സോക്സിൻ്റെ ഉള്ളിൽ ഇല വെച്ച് പകൽ സമയത്ത് വെച്ച് കെട്ടി നടക്കുന്നത്. നീരുള്ള ഭാഗത്ത് എരിക്കില വാട്ടി വയ്ക്കും. ഇത് ഒരു വിഷച്ചെടി കൂടിയാണ് എന്ന് ഓർക്കണം. വൈദ്യരുടെ ഉപദേശം ഇല്ലാതെ ഒന്നും തന്നെ ചെയ്യരുത്. എരിക്കിൻ്റെ പൂവ് ശിവപൂജയ്ക്ക് ഉപയോഗിക്കുന്നു. പാമ്പ് കടിച്ചാൽ 2 ഇല കടിച്ച് ചവച്ച് തിന്നുക. വിഷം വ്യാപിക്കില്ല. ഇപ്പോൾ പത്രത്തിൽ ദിവസവും കാണുന്നതാണ് കേരളത്തിലുള്ള പാമ്പുകളുടെ കൊള്ള. അപ്പോൾ വിഷം ഏറ്റു കഴിഞ്ഞാൽ ഈ എരിക്കിൻ്റെ ഇല 2 എണ്ണം പറിച്ച് വായിലിട്ട് ചവച്ച് കഴിഞ്ഞാൽ വിഷം നമ്മുടെ ശരീരത്തിൽ, പാമ്പ് വിഷം ശരീരത്തിൽ ഏൽക്കില്ല. ചൊറി, ചിരങ്ങ് എന്നിവയെ ചർമ്മരോഗങ്ങൾക്ക് ഇത് മരുന്നായി ഉപയോഗിക്കുന്നു. കായിൽ നിന്ന് പൂപ്പന്താടി പോലെ അത് ചില സമയങ്ങളിൽ പറന്ന് കാണാറുണ്ട്. പല്ലുവേ തേക്കാൻ ഇത് ഉപയോഗിച്ചിരുന്നു പണ്ട് കാലത്തുള്ളവർ. എരിക്ക് ശ്വാസകോശ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഇലകളിൽ കായ്കളിൽ എണ്ണമയ ഉണ്ട്. ഇലകളിലും കായകളിലും എണ്ണമയം ഉണ്ട്. പൊടി പിടിക്കില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇലയിൽ പതിക്കുന്ന പൊടിയെ തടുക്കുന്നതിനും പൊടിയെ ആഹാരമാക്കുന്നതിനും എഴുക്കിന് കഴിവുണ്ട്. ആഹാരമാക്കാനും എഴുക്കിന് കഴിവുണ്ട്. അലർജി, തുമ്മൽ രോഗത്തിന് എണ്ണമയമുള്ള പൂക്കളിൽ പൊടി ഉണ്ടാവും. അത് പൂ കഴുകാതെ
കുരുമുളക് ചേർത്ത് കഴിച്ചാൽ അലർജി തുമ്മൽ മാറിക്കിട്ടും. ഇത് കൂടാതെ കൊണ്ട് മെയിനായിട്ട് ഇതിൻ്റെ ഇലയെടുത്ത് പലർക്കും മുട്ടുവേദന, കാലിൽ നിലത്ത് കുത്താൻ പറ്റില്ല എന്നുള്ള ഇത് വരുന്ന സമയത്ത് ഈ ഇല എടുത്തിട്ട് നമ്മൾ പണ്ടത്തെ മൺപാത്രം, അതായത് മണ്ണ് കൊണ്ടുള്ള അല്ലെങ്കിൽ ഓടായാലും മതി ഇഷ്ടികയായാലും മതി, അത് ചൂടാക്കി അതിൻ്റെ മുകളിൽ ഇത് വെച്ച് വാട്ടിയെടുത്തിട്ട് കാലിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ച് കെട്ടിയാൽ മുട്ടുവേദനയും കാല് നിലത്ത് കുത്താൻ പറ്റാത്ത ഒരു രോഗവും മാറിക്കിട്ടും. ഇപ്പോൾ ഇതിനെ കുറിച്ച് കൂടുതൽ പലതും പറയുന്നതിൻ്റെ കാരണം പലരും എരിക്കില ആവശ്യപ്പെട്ട് ഇവിടെ വരാറുണ്ട്. അവരോട് ഞാൻ ചോദിക്കും നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ ഓരോ രോഗങ്ങൾ പറയും. അവരിത് കൊണ്ടുപോയിട്ട് അവർക്കൊക്കെ ഈ രോഗങ്ങൾ മാറിക്കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണിത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു സ്കൂൾ കലോത്സവത്തിനുള്ള ഒരു പെൺകുട്ടി ഡാൻസൊക്കെ പഠിച്ചിട്ട് മലപ്പുറം ഭാഗത്തുള്ള കുട്ടിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വന്നിട്ട് അവർ അച്ഛനും മകളും കൂടെ ഇവിടെ വന്ന് എരിക്കില കൊടുത്ത് അത് കൊണ്ടുപോയി വാട്ടി ഇതേമാതിരി ചെയ്ത് അവർക്ക് ആ കുട്ടിക്ക് കാലിൽ ഡാൻസ് ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയും വീണ്ടും വരികയും അത് തിരുവനന്തപുരത്ത് പോയിട്ട് സ്റ്റേറ്റിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കുകയും കൂടെ ചെയ്ത്. അപ്പോൾ അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ വിളിച്ച് പറഞ്ഞിട്ട് സാറ് തന്ന ആ എരിക്കില കൊണ്ട് ഇത്രയൊക്കെ ഗുണമുണ്ടായി എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഈ എരിക്കില അത്രയ്ക്ക് ഔഷധം കൂടിയ ഒരു ചെടിയാണ്. അപ്പോൾ എല്ലാ വീട്ടിലും ഒരു ചെടിയായിട്ടും കാണാൻ നല്ല ഭംഗിയോടെയുള്ള കൂടിയുള്ള ഒരു ചെടിയായിട്ട് ഉപയോഗിക്കാം. 10-40 രോഗങ്ങൾക്കും മരുന്നായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരാം.